എന്താ ഉമ്മ, എന്ത് പറ്റി? എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ചോദിക്കും. എന്താ പറ്റി? എടാ എന്താ പറ്റിയെന്ന്? എടാ നിന്നോടല്ലേ ചോദിച്ചത് എന്താ പറ്റിയെന്ന്? കാര്യമെന്ന് പറയുന്നത് ചാക്ക IT സമീപത്തുള്ളതാണ്. ചാക്ക IT മാത്രമല്ല, ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖല കൂടിയാണ്. ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ 13 കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ കയറിയേക്കാൻ വീട്ടിന്റെ ഒന്നാമത്തെ നിലയിലാണ് ഈ കാണുന്നത് പോലെയുള്ള ഒരു അറ നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്കിത് സാധാരണ രീതിയിൽ കയറി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു കബോർഡാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ ഇവിടോട്ട് കയറി കഴിഞ്ഞാൽ മേളിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ തന്നെ തുറക്കാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്നാണ് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടി. എന്നാലും എന്താ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ച ശരിയായില്ല. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയാലും സംഗതി ഇതല്ലടാ പീസ്. അതിനുശേഷം അകത്തേക്ക് കയറി കഴിയാൻ ഇപ്പോൾ ഇവിടെ എക്സൈസ് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അകത്തൊരു റൂമുണ്ട്. ആ റൂമിന്റെ അകത്ത് നേരത്തെ നമ്മൾ കാണിച്ചതാണ്. അതായത് ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഉണ്ട്. ബാത്റൂമിന്റെ അകത്ത് ഒരു വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിന്റെ അടിയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് വാഷ് ബേസിന്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു രഹസ്യ അറയാണ് ഈ കാണുന്നത് പോലെ. അതായത് ഇതൊരു വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിന്റെ അടിയിൽ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കബോർഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് സാധാരണ രീതിയിൽ തുറന്ന് പരിശോധിച്ചാൽ ഒരു കബോർഡിന്റെ അകത്ത് ഷെൽഫ്. പക്ഷേ ഇത് ഊരി കഴിഞ്ഞാൽ ഈ വാഷ് ബേസിന്റെ അടിയിലുള്ള ഈ കബോർഡ് അവിടെ നിന്ന് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു അറയാണ്. ഇത് അതിൽ ചേട്ടാ ഒന്ന് തുറക്കാൻ പറ്റും. ഇതൊരു രഹസ്യ അറയാണ്. ഇതിന്റെ അകത്ത് എത്രത്തോളം വേണമെങ്കിൽ 13 അല്ല 100 കിലോ വേണമെങ്കിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ പാകത്തിന് ഒരു അറ ഈ അനീഫ് ഖാൻ സ്വയം നിർമ്മിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് സുഖമായി കയറിപ്പോകാൻ പാകത്തിലാണ് ഇതിന്റെ നിർമ്മാണം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇയാൾ കുടുംബമായി താമസിക്കുന്ന വീടാണ്. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേർത്ത് എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. കാരണം ഇനി ഇത് 13 കിലോ എന്ന് പറയുന്നത് ഈ വലിയ പാക്കറ്റുകളിലുള്ള കഞ്ചാവ് തൂക്കിയപ്പോൾ മാത്രമാണ് ഈ 13 കിലോയോളം വരുന്നത്. ഈ കാണുന്നത് പോലെ 2 വലിയ പാക്കറ്റുകൾ പിന്നീട് ചെറിയ പാക്കറ്റുകളുമായിട്ടാണ് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി തൂക്കി പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാം പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്ര കിലോയാണ് എന്നുള്ള ഒരു അവസാന ലിസ്റ്റിലേക്ക് എത്തിയുള്ളൂ. എന്തായാലും ഇതൊരു പ്രാഥമിക കണക്കാണ്. കാരണം ഈ പ്രഥമ ദൃഷ്ടിയാൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ രഹസ്യ അറകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവാണ് ഈ 13 കിലോയോളം വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട അളിയോ യവൻ കാഞ്ഞ വിത്ത് തന്നെയാണല്ലോ. എന്റെ പൊന്ന് സാറേ, ഈ കള്ളന്മാരുടെ കൂടെ പിടിച്ചേക്കാൻ ഞാൻ പെടുന്ന പാട്. ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും 500-ലധികം ചെറിയ പാക്കറ്റുകളാണ് ഈ മുറിക്കകത്തുള്ളത്. അപ്പോൾ ഈ പാക്കറ്റുകളിലാക്കി ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം ഈ അനീഫ് ഖാൻ ഈ പ്രവൃത്തി ഈ വീട്ടിൽ നടത്തിയതെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. പാക്കറ്റുകളും കാണാൻ കഴിയുന്നുണ്ട്. വളരെ വിദഗ്ധമായിട്ടാണ്. കാരണം എനിക്കതൊരു ഈ ലഹരിയുടെ ഒരു ഹബ്ബാണ് പിടികൂടിയിരിക്കുന്നത്. കാരണം ലക്ഷ്യമിട്ടത് ഒരുപക്ഷെ വിദ്യാർത്ഥികളെ തന്നെയാണ്. കാരണം ചാക്ക IT തൊട്ടടുത്ത്, പിന്നെ നഗരത്തിലെ സ്കൂളുകൾ. അപ്പോൾ ഈ പാക്കറ്റുകൾ നോക്കൂ, പലയിടങ്ങളിലായി കിടക്കുകയാണ് പാക്കറ്റുകൾ. അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റുകളിലായി MDMA തൂക്കി അതിനുള്ള അളവ്, ത്രാസ്, ഇതൊക്കെ എത്രത്തോളം വൈദഗ്ധ്യത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത് പിടികൂടിക്കുന്ന വൻസ്രാവിനെയാണ് അങ്ങനെ. ഓ ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല 2 വർത്തമാനം പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. അതുകൊണ്ട് വേണ്ട.